ഇനി കടലാക്രമണം രൂക്ഷമായിട്ടുള്ള വൈപ്പിൻ എടവനക്കാട് സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതി. കടൽഭിത്തി നിർമ്മാണം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഉറപ്പൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. എടവനക്കാട് നാളെ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താനും പദ്ധതിയിടുന്നുണ്ട്. മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് അറിയിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇടവനക്കാട്ടുകാരുടെ ആവശ്യങ്ങൾ, ഇടവനക്കാട്ടുകാരുടെ സ്വപ്നം അവിടെ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തുന്നില്ല കാര്യങ്ങൾ എന്നുള്ള ഒരു ഭയം, ആശങ്ക അവർ ഇപ്പോഴും പങ്കുവയ്ക്കുകയാണ്. എൽദോ, അങ്ങനെ തന്നെയാണ്. കാരണം ഇതുവരെ ഒരു വ്യക്തമായൊരു ഉറപ്പിലേക്ക് ആരും തന്നെ അവർക്ക് നൽകിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് മന്ത്രിയുമായിട്ട് ജില്ലാ കളക്ടർ ചർച്ച നടത്തുകയും ഇവിടുത്തെ ഒരു പ്രദേശത്തെ ഒരു ദുരവസ്ഥ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും നാശനഷ്ടം സംഭവിച്ചതിൻ്റെ വ്യക്തമായൊരു ചിത്രം വകുപ്പ് മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഇതെല്ലാം തന്നെ ചെയ്തത്. അത് ചർച്ച ചെയ്തതിനു ശേഷം അത്തരം കാര്യങ്ങളിൽ മന്ത്രി കൂടി അദ്ദേഹത്തിന് ബോധ്യമായതിനു ശേഷം ഇവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറോട് തന്നെ അറിയിക്കും. അല്ലെങ്കിൽ MLA അടക്കമുള്ള ആളുകൾ ഇക്കാര്യങ്ങളിലെടുത്ത ചർച്ച ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായിട്ടെല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു തീരുമാനം ഇന്ന് അറിയിക്കും. എന്താണ് ഇനി അവിടെ നടപ്പാക്കാൻ പോകുന്നത്, സർക്കാർ എന്തുദ്ദേശിക്കുന്നു എന്നതെല്ലാം ഇന്ന് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ യാതൊരു രീതിയിൽ ഒരു താമസവും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് സംയുക്ത സമരസമിതി അവരുടെ സമരം തുടർന്നുകൊണ്ട് പോവുക എന്ന രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പ്രകടനവും മറ്റു കാര്യങ്ങളും നടന്നു. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഈ വഴിതടയൽ പോലുള്ള സമരങ്ങളിലേക്കൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഈ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ പോകുമെന്നാണ് അവരുടെ ഒരു നിലപാട്. നാളെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് മേഖലയിൽ മനുഷ്യ മതിൽ തീർക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA വൈപ്പിൻ MLA കെ ഉണ്ണികൃഷ്ണൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ ഈ സമരങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയും സർക്കാർ എന്താണ് തീരുമാനിക്കുന്നത് എന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെ എല്ലാവരും തന്നെ തുടരുന്നുണ്ട്. കാരണം കടൽഭിത്തി അല്ലെങ്കിൽ പുലിമുട്ട ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിർമ്മിക്കുകയല്ലാതെ ആ മേഖലയിൽ യാതൊരു രീതിയിലുള്ള താൽക്കാലിക പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങും എത്തില്ല. ഇപ്പോൾ നടപ്പാക്കുന്നത് ഒരു അടിയന്തര സംവിധാനം എന്ന രീതിയിൽ ജിയോ ബാഗുകൾ നിർമ്മിച്ചുള്ള കടൽഭിത്തി നിർമ്മാണമാണ്. നേരത്തെയും അതെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും എത്തില്ല. അത്രയ്ക്ക് വന്യമായ രീതിയിലാണ് അവിടെ കടലാക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഇതിനൊരു ഭരണാനുമതിയോ മറ്റോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിക്കണമെന്ന് അവർ പറയുന്നു. കാരണം ഇതൊരു ചെറിയ രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നൊരു പദ്ധതിയല്ല. കിലോമീറ്ററോളം ദൂരത്തിൽ കടൽഭിത്തിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നതാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം CPM അവിടെ സമരം നടത്തിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു. അവിടെ സന്ദർശിച്ച നേതാക്കൾ പറഞ്ഞത്, CPM ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത്, ഇത് സംസ്ഥാന സർക്കാരിന് തനിച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം വലിയ രീതിയിലുള്ളൊരു പദ്ധതിയാണിത്. ഇപ്പോൾ ചെല്ലാനത്ത് അത് നടപ്പാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു വലിയ മേഖലയിലെല്ലാം ഇത് തുടർച്ചയായി നടപ്പാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു ഇടപെടൽ അടക്കം ഇതിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ മാത്രം ഇത് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ വേണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് കടൽഭിത്തി നിർമ്മാണം എന്ന് പറയുന്നത് വലിയ ചിലവ് വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, ചെയ്യാൻ പോകുന്നത് എന്നത് ജില്ലാ കളക്ടറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ന് വ്യക്തമാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. നാട്ടുകാരും സമരരംഗത്ത് ശക്തമായി തുടരുന്ന സാഹചര്യമാണ് എടവനക്കാടുള്ളത്. എൽദോ, റൈറ്റ്. എന്നാലും ഇടവനക്കാട്ടുകാരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യം അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും അവർ സമരസമിതി കൃത്യമായിട്ടും നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.